എരിക്കെന്ന് പറയുന്ന പല സൈസുകളുണ്ട്. ആ ചുമപ്പ്, ഇളം ചുമപ്പ് പോലുണ്ട്, ഇള നീലയുള്ളതുണ്ട്, വെള്ളയുണ്ട്. ഇതിലേതാ ഗുണം? ഇതിലെ ഏറ്റവും ഗുണകരമായ എന്ന് പറയുന്നത് വെള്ളയാണ്. വെള്ളരിക്കിന്റെ പൂ നെയ്ക്കകത്ത് വറുത്ത് ചുക്കും മുളകും തൃപ്പലിയും എല്ലാം കൂടെ ചേർത്ത് അരച്ച് ഗുളികയാക്കി ശ്വാസം മുട്ടിന് ഉപയോഗിക്കുന്നു. ഇതിന്റെ കറ വിഷമാന്ന് പിന്നെ പോയിട്ട് ഇതിന്റെ കറ കുഷ്ഠരോഗത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാ സമയം? ഇതിന്റെ കറ വെളിച്ചെണ്ണയായിട്ട് ചേർത്ത് കാച്ചി പരത്തുന്നുണ്ട് കുഷ്ഠരോഗത്തിന്. അങ്ങനെ പിന്നെ പോയിട്ട് ഇതിന്റെ വേര് കഷായങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇതിന്റെ തൊലി ഉപയോഗിക്കുന്നുണ്ട്, ഇല ഉപയോഗിക്കുന്നുണ്ട്. ഇലയെന്ന് പറയുന്നത് ചെവി പഴുത്താൽ, ചെവി പഴുത്തിങ്ങനെ പഴുപ്പ് കണ്ടമാനം വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പഴുത്ത ഇല മഞ്ഞ നിറമായി വരും പഴുക്കുമ്പോൾ ആ മഞ്ഞ ഇലയുടെ മുതുവശത്തേക്ക് ഒരു എണ്ണമയ എന്തെങ്കിലും ഒന്ന് തേക്കുക, അല്ലെങ്കിൽ നെയ്യ് തേക്കുക. നല്ല പശുവിൻ നെയ്യ് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് തേച്ചിട്ട് തീക്കണൽ കാണിച്ചൊന്ന് ചൂടാക്കണം. ചൂടാക്കി തിരി പോലെ ചെറുത്ത് അത് പിഴിഞ്ഞ് ചെവിയിലൊഴിച്ചാൽ ഒരു 3 നേരം ഒഴിക്കുമ്പോൾ ആ പഴുപ്പ് നിൽക്കും. അത്ര ശ്രേഷ്ഠമാണ് വെള്ളരിക്കെന്ന് പറയുന്നത്. കുഷ്ഠരോഗത്തിൻ്റെ പ്രഥമ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടെയാണ് വെള്ളരിക്ക്. പിന്നെ മറ്റേ എരിക്കുകളൊക്കെ പോകുന്നു. ഇപ്പം കാലിന് ഉപ്പ് വെച്ച് വേദന, അതിൻ്റെ ആ ഇലയിലോട്ട് മുതുവശത്ത് ഒരെണ്ണ പുരട്ടി, കൊട്ടൻ ചുക്കാതി ആയാലും മതി, പുരട്ടി ചൂടാക്കണം. ചൂടാക്കി നിലത്തിട്ടിട്ട് ഉപ്പ് വെച്ച് ചവിട്ടി നിൽക്കണം, വേദന ശമിക്കും. അങ്ങനെ ഉള്ള അനേക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് എരിക്ക്. കിഴിക്ക് ഉപയോഗിക്കുന്നുണ്ട്, എരിക്കല കിഴിക്ക് ഉപയോഗിക്കുന്നുണ്ട്. വേദന സംഹാരിയാണ് അവിടെ. കിഴിക്ക് ഉപയോഗിക്കും. 5 ഇലക്കിഴിയൊക്കെ ഇടുന്നില്ല, 5 ഇലക്കിഴി. ആ 5 ഇലക്കിഴി ഇടുന്നതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഇലയാണ്. മറ്റു മരുന്നുകളുടെ കൂടെ ചേർത്ത് അരിഞ്ഞ് ഇല വറുത്ത് കിഴി കെട്ടി കിഴി ഇടുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും.